ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചാരിറ്റിക്ക് മുടക്കാൻ എന്റെ കയ്യിൽ പണമില്ല. അമ്മ അങ്ങനെ പറയരുത്. അവരെ സഹായിക്കാൻ മറ്റാരും ഇല്ലാത്തോണ്ടല്ലേ? അവർക്കാരുമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഉണ്ടല്ലോ അവർക്ക്. ഹോസ്പിറ്റലില് എന്തോ കാശിന്റെ അത്യാവശ്യം വന്നോണ്ട് എന്നെ ഒന്ന് വിളിച്ചതാ അവര്. അവർക്ക് കാശിന് അത്യാവശ്യം വന്നാൽ തന്നെ വിളിച്ച് ചോദിക്കുന്ന എന്തിനാ? എന്തോ മാലയുടെ കാര്യമൊക്കെ പറയുന്ന കേട്ടല്ലോ. എന്തു മാല? ഓ, അത് കാശായിട്ട് കൊടുക്കാനില്ലെങ്കിൽ മാല എന്തേലും പണയം വെക്കാൻ തരുമെന്ന് ചോദിച്ചതാ. എന്നിട്ട് താനെന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. എങ്കിലേ കൊടുക്കണ്ട. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അമ്മ നോക്കിക്കോളും. തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഐശ്വര്യ, ഇങ്ങനെയുള്ളവരുമായി ഒരു തരത്തിലുള്ള ബന്ധം വേണ്ടാന്ന്. ഇപ്പൊ കണ്ടോ തന്നോട് വിളിച്ച് ക്യാഷ് ചോദിച്ചത്. തന്റെ സ്വർണം പണയം വെക്കാൻ ചോദിച്ചെങ്കിൽ അത് അത്രയും ബന്ധമുള്ളതുകൊണ്ടല്ലേ. അവര് ചോദിക്കും, തന്റെ നല്ല മനസ്സിന് ചിലപ്പോൾ എടുത്ത് കൊടുത്തെന്നും വരും. പിന്നെ ഒരിക്കലും അത് തിരികെ കിട്ടില്ല. തനിക്ക് കിട്ടിയിരിക്കുന്നതേ ആ മഹിയുടെ സ്വഭാവ, പാവങ്ങളെ സഹായിക്കല്. തന്റെ ആ സ്വഭാവേ മാറ്റണം കേട്ടോ. തനിക്ക് അവരെ സഹായിക്കാൻ പറ്റാത്തതിന്റെ വിഷമേ തന്റെ മുഖത്തുണ്ട്. അങ്ങനെ ഒരു വിഷമം വേണ്ട. അത് എന്തുകൊണ്ടാന്ന് അറിയില്ല സാർ. ആരെങ്കിലും എന്നോടൊരു സഹായം ചോദിച്ചാൽ അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. സാർ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ എന്റെ സ്വർണ്ണം എടുത്ത് അവർക്ക് കൊടുത്തേന്നെ. ഞാൻ എന്തോ ഇങ്ങനെ ആയിപ്പോയി. ചിലപ്പോ ഞാൻ കുഞ്ഞിലേ മുതൽ കഷ്ടപ്പെട്ട് വളർന്നുകൊണ്ടായിരിക്കും. ആരുടെയെങ്കിലും കണ്ണു നിറഞ്ഞാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതാ ആ സ്വഭാവം മാറ്റണമെന്നാ ഞാൻ പറഞ്ഞത്. നമ്മൾ കരുതുന്ന പോലല്ല ചുറ്റുമുള്ളവര്. നനഞ്ഞിടം കണ്ട അവര് കുഴിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടേ തന്റെ ആ മനോഭാവം അങ്ങ് മാറ്റണം. ഇനി അവര് വിളിച്ചാലേ എന്നോട് ചോദിക്കാൻ പറഞ്ഞാ മതി. മറുപടി ഞാൻ പറഞ്ഞോളാം. താൻ ചെന്ന് കിടക്ക്. ഇനി ആര് വിളിച്ചാലും കോൾ എടുക്കണ്ട. ഹലോ മോളെ. എന്താ മോളെ, എന്തു പറ്റി? നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നേ? അമ്മ ഹോസ്പിറ്റലില. അയ്യോ, ഹോസ്പിറ്റലിലോ? പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാതായി. നീ അവരോട് കാശ് ചോദിക്കണ്ടായിരുന്നു മോളെ. നിവർത്തിയില്ലാത്തതുകൊണ്ട് അച്ഛാ. ഇത്രയും പണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? നീ സമാധാനായിട്ടിരിക്കേ. അല്ല, ഒരു കാര്യം ചെയ്യാം. അച്ഛൻ ഇപ്പൊ ആശുപത്രിയിലേക്ക് വരാം. ഇനിയിപ്പോ ഈ രാത്രിയിൽ വരണ്ട. അച്ഛൻ നാളെ വന്നാ മതി. എങ്ങനെയെങ്കിലും അമ്മയെ രക്ഷപ്പെടുത്തണം അച്ഛാ. ഞാൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് കൂടി നോക്കട്ടെ. മോള് ശ്രമിക്കേ. അച്ഛനൊന്ന് നോക്കട്ടെ. ശരി അച്ഛാ. ഈശ്വര.
മിസ്റ്റർ ജോസഫ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാ. ചാരിറ്റി പ്രവർത്തനം ആവശ്യമുണ്ടെങ്കിൽ അത് RD കമ്പനിക്ക് സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയും ഫണ്ട് തരേണ്ട കാര്യമില്ല. ഒന്നാമത് ഈ ചാരിറ്റി പരിപാടിയോട് എനിക്ക് ഒരു തരത്തിലും താല്പര്യമില്ല. പിന്നെ ജോസഫ് വിളിച്ച് ഇത്രയും നിർബന്ധിച്ചതുകൊണ്ട് ചോദിച്ച കാശ് തന്നില്ലെങ്കിലും ഒരു 1000-ഓ 2000-ഓ ഞാൻ തരാം. ആ ശരി, അങ്ങനെ ആയിക്കോട്ടെ. അമ്മേ, അമ്മേ, എനിക്കൊരു കാര്യം പറയണമായിരുന്നു. കാര്യം പറഞ്ഞോളൂ. അതമ്മേ, വേറൊന്നുമല്ല, സീതാന്റിയുടെ കാര്യമാണ്. അവളുടെ എന്ത് കാര്യം? ആന്റിക്ക് തീരെ വയ്യ, ICUവിലെപ്പോഴും. ഒരു സർജറി ഉടനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അതിന് അമ്മയൊന്ന് സഹായിക്കണം. അതിന് നിന്റെ അമ്മ സർജൻ അല്ല, ബിസിനസ്സുകാരിയാ. അതല്ല അമ്മേ, സർജറിക്കും മറ്റ് ചികിത്സയ്ക്കുമായി ഏകദേശം 10-12 ലക്ഷം രൂപ വേണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ കാര്യം നമുക്ക് അറിയാവുന്നതല്ലേ. അവരുടെ കയ്യിൽ എവിടെ നിന്ന് എത്രയും കാശ്? അതുകൊണ്ട് ആ കാശ് അമ്മ കൊടുത്ത് സഹായിക്കണം. നീ ഇവിടേക്ക് കയറി വന്നപ്പോ ഞാൻ ഫോൺ ചെയ്യുന്നത് കേട്ടായിരുന്നോ? നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ചാരിറ്റി പ്രവർത്തകൻ ജോസഫാണ് വിളിച്ചത്. അയാളോട് ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ. അത് തന്നെയാ നിന്നോടും പറയാനുള്ളത്. ചാരിറ്റിക്ക് മുടക്കാൻ എന്റെ കയ്യിൽ പണമില്ല. അമ്മ അങ്ങനെ പറയരുത്. അവരെ സഹായിക്കാൻ മറ്റാരും ഇല്ലാത്തോണ്ടല്ലേ. അവർക്കാരുമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഉണ്ടല്ലോ അവർക്ക്. നീ ഇങ്ങനെ രാവും പകലും ഇല്ലാതെ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയല്ലേ? നീ എന്തുദ്ദേശത്തിലാ അവൾക്ക് വേണ്ടി എന്റെ മുൻപിൽ വന്നു നിന്ന് ഇരക്കുന്നത്? ജോലിക്കാരുടെ പ്രശ്നങ്ങൾ നീ എടുത്ത് തലയിൽ വയ്ക്കണ്ട. അങ്ങനെയല്ല അമ്മേ, അവർ ജോലിക്ക് നിൽക്കുന്നത് ഇവിടെയല്ലേ. അപ്പോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? അങ്ങനെ ലക്ഷ്യങ്ങൾ മുടക്കിയുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നില്ല. ഇവിടെ കുറച്ചു ദിവസം ജോലിക്ക് നിന്നു എന്ന് കരുതി അത്രയും പണം കൊടുക്കേണ്ട ആവശ്യമില്ല. അവര് ജോലി ചെയ്ത പൈസ 1 രൂപ മുടങ്ങാതെ ഞാൻ അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും എനിക്ക് അവരോടില്ല.